രോഗാവസ്ഥ അപരാധമല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം.കെ. മുനീർ. രോഗാവസ്ഥ കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുമോ എന്ന ചോദ്യത്തിനാണ് എം.കെ. മുനീറിന്റെ മറുപടി. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ താൻ ആരോഗ്യം ശ്രദ്ധിച്ചില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ട ചിന്താശക്തിയും ആശയ വ്യക്തതയും തനിക്കുണ്ട്. മത്സരിക്കുന്നതും മണ്ഡലവും തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും എം.കെ. മുനീർ മീഡിയ വണിനോട് പറഞ്ഞു. മീഡിയ വൺ പോഡ്കാസ്റ്റിലാണ് എം.കെ. മുനീറിന്റെ പ്രതികരണം. മത്സരിക്കണമെന്നാണോ മത്സരിക്കേണ്ട എന്നാണോ എന്നുള്ളത് പാർട്ടിക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. പാർട്ടിയാണ് ആലോചിക്കുന്നത് എവിടെ നിൽക്കണം, അത് ഏത് രീതിയിലാണ് ആ സീറ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അതിന് ഇന്ന സ്ഥാനാർത്ഥിയാണോ നല്ലത് അതല്ല വേറെ സ്ഥാനാർത്ഥിയാണോ നല്ലത് എന്നൊക്കെ പാർട്ടിയാണ് ആലോചിക്കുക. ആരോഗ്യ പ്രശ്നം ഒരു അപരാധമല്ലല്ലോ. ഇവിടെ കൊലപാതകം നടത്തിയവർ, കൽത്തുറുങ്കിൽ കിടക്കുന്നവർ, വളരെ ഷീഡി ക്യാരക്ടേഴ്സ്, അവർക്ക് ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം, ഒരു രോഗം വന്ന അയാളൊരു മഹാ അപരാധിയാണ് എന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ഏഴയലത്ത് നിർത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്നെക്കുറിച്ചല്ല, ആരെക്കുറിച്ചും പറയാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ആരോഗ്യം ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് നഷ്ടപ്പെടുത്തിയതാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള ചിന്താശേഷിയും ആശയ വ്യക്തതയും ഇപ്പോഴും തനിക്കുണ്ട്. അതിന് രോഗാവസ്ഥ ബാധകമാകില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് എത്താനുള്ള സന്നദ്ധത തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഡോക്ടർ എം.കെ. മുനീർ ഇത്തവണ മത്സരിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമായിരുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ എം.കെ. മുനീർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ, ഈ ഇടയ്ക്ക് എടുത്തു വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുമോ എന്നുള്ള ചോദ്യം, മാറി നിൽക്കണമെന്ന അഭിപ്രായമുള്ള ആൾക്കാർ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വ്യക്തത ശരിക്കും വന്നിരുന്നില്ല. അതേസമയം തന്നെ എം.കെ. മുനീർ വളരെ വ്യക്തതയോട് തന്നെ പറയുന്നുണ്ട്, രോഗാവസ്ഥ ഒരു അപരാധമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ചിന്താശേഷിയും ആശയവ്യക്തതയും തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മത്സര രംഗത്ത് താനുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. മത്സരിക്കാനുള്ള തീരുമാനിക്കേണ്ടതും മണ്ഡലം തീരുമാനിക്കേണ്ടതെല്ലാം പാർട്ടിയാണ്, സാദിഖ് അലി തങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ പോലും കൃത്യമായി താൻ മത്സര രംഗത്തുണ്ട് എന്ന് വളരെ വ്യക്തതയോടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ എം.കെ. മുനീർ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം, ആകെ ഒരു പ്രശ്നം രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആശങ്ക മാത്രമാണ് ഉയർന്നിരുന്നത്. അത് പ്രശ്നമല്ല, തനിക്ക് രോഗാവസ്ഥ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അതൊരു വലിയ അപരാധമല്ല, പാർട്ടിക്ക് വേണ്ടി നടന്നു തന്നെയാണ്. നടന്ന സമയത്ത് താൻ ആരോഗ്യം ശ്രദ്ധിച്ചില്ല, അതൊരു അപരാധമായി ഇപ്പോൾ ആരും കണക്കാക്കേണ്ടതില്ല. അതിൻ്റെ പേരിൽ നാലായി നിർത്താമെന്നും കരുതേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. രോഗാവസ്ഥ മാത്രമല്ല, മറ്റു പല കേസുകളിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ പലരും മത്സരരംഗത്തുള്ളപ്പോൾ എന്തിനാണ് രോഗാവസ്ഥ മാത്രം പറഞ്ഞ ഒരാളെ മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യം അദ്ദേഹം വൈകാരികമായി തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കേണ്ട ആശയപരമായ വ്യക്തതയെക്കുറിച്ചും അദ്ദേഹം അതെല്ലാം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ താൻ മാറ്റി നിർത്തേണ്ട ആളല്ല എന്ന് വളരെ വ്യക്തമായി പറയും. എന്ന് പറഞ്ഞാൽ ഡോക്ടർ എം.കെ. മുനീർ മാറ്റി നിർത്തേണ്ടതില്ല, താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടുകൂടി ഇതിന് സ്വാഭാവികമായിട്ടും പാർട്ടിയും അദ്ദേഹത്തിനെ ആ ഒരു നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഒന്നുകിൽ അദ്ദേഹം സ്വയം മാറിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനത്തിൽ പാർട്ടി എത്തുള്ളൂ. എന്തായാലും അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അതിൽ രോഗം ഒരു പ്രശ്നമേ അല്ല, ഒരു അപരാധമായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ അദ്ദേഹം മത്സരിക്കുന്നു ഉറപ്പായി. ഇനി ഏത് മണ്ഡലം, ഏറെക്കുറെ കൊടുവള്ളിയിലാണ് നിലവിൽ അദ്ദേഹം MLA. കൊടുവള്ളിയിൽ നിന്ന് മാറി കോഴിക്കോട് സൗത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതിലേക്കുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോക്ടർ എം.കെ. മുനീർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും. കോഴിക്കോട് സൗത്ത് തന്നെയായിരിക്കും, സൗത്തിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.